പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 56 അധ്യായം 13 വാക്യം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടേനെ, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. പ്രിയ മക്കളെ, ദൈവസന്നിധിയിൽ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു പുതിയ ദിനം കൂടെ കർത്താവ് നമുക്ക് തന്നുവല്ലോ. ഇവിടെ പറയും, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടേനെ. ഹല്ലേലൂയ. നാം എന്താണ് ഹല്ലേലൂയ, പലവിധമായ വീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മരണത്തിന്റെ അവസ്ഥകൾ വരെ കടന്നു വന്നപ്പോഴും കർത്താവ് നമ്മളെ താങ്ങി നടത്തിയത് എന്തുകൊണ്ടാ? ഹല്ലേലൂയ. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചത് എൻ്റെ അപ്പൻ്റെ ഹല്ലേലൂയ ആ പ്രകാശത്തിൽ നിന്ന് നടക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കുവാനാ, മറ്റുള്ളവർക്ക് നമ്മൾ വെളിച്ചമായി തീരുവാനാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും രോഗവും മരണവും ദുഃഖവും എല്ലാം കടന്നു വരാം. ജീവിതത്തിൽ സകല പ്രതികൂലങ്ങളെ മാറ്റി നമ്മുടെ ദൈവം അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരും. പ്രിയ മക്കളെ, അതുകൊണ്ടാണ് സങ്കീർത്തനം 116 അധ്യായം 12 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? നമുക്ക് തന്നിട്ടുള്ള, നമുക്ക് ചെയ്തിട്ടുള്ള, നമ്മെ നടത്തിയിട്ടുള്ള ആ കർത്താവിന് നമ്മൾ എന്തു പകരം ചെയ്യും? പ്രിയ മക്കളെ, പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ പലവിധമായ വീഴ്ചകൾ സംഭവിച്ചപ്പോഴും കർത്താപ്പച്ചൻ അവിടെ നിന്ന് നമ്മളെ ഉയർത്തിയില്ല. ഹല്ലേലൂയ. ഇന്നെല്ലാവർക്കും സാക്ഷ്യം പറയുവാൻ കാണും. ഹല്ലേലൂയ, എൻ്റെ ദൈവം എന്നെ നടത്തി. എത്ര ഹല്ലേലൂയ, എത്ര പറഞ്ഞാലും തീരുകയില്ല, അപ്പച്ചൻ എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും സാക്ഷ്യം പറയും. ഹല്ലേലൂയ. യഹോവയുടെ നാമം സകലത്തിനും മേലായ നാമമാണ്. പ്രിയ മക്കളെ, നാം എവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ യേശു അപ്പച്ചൻ ആ വെളിച്ചം പകർന്നു തന്നത് ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ നമ്മളെ ഒരുക്കമുള്ളവരായിരിക്കണം. കാരണം അപ്പച്ചൻ നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നമ്മൾ ഹല്ലേലൂയ നന്ദിയുള്ളവരായി തീരണം. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് ഹല്ലേലൂയ, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്നൊക്കെ രക്ഷിച്ചതല്ലേ. നമ്മെ നടത്തിയ വഴികളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ എങ്ങനെ അടങ്ങിയിരിക്കും? പ്രിയ മക്കളെ, ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ രക്ഷ അനുഭവിച്ച എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന ഹല്ലേലൂയ അനുഗ്രഹം പകരുന്ന ഒരു വചനമാ, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ വചനം കേൾക്കുന്നവരിൽ മരണത്തിൽ നിന്ന് വിടുവിച്ച സാക്ഷ്യം പറയുവാൻ പലർക്കും ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ച സാക്ഷ്യം പറയുവാൻ കാണുമായിരിക്കും. കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ച ഹല്ലേലൂയ ഒന്നുമില്ലെങ്കിൽ രക്ഷകനായ ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന സാക്ഷ്യം ഹല്ലേലൂയ ഓരോരുത്തർക്കും പറയുവാൻ കാണും. പ്രിയ മക്കളെ, അപ്പച്ചൻ പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടേനെ, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ഹല്ലേലൂയ എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചു. നോക്കൂ, ഇടർച്ച വന്നതാ, അവിടെ നിന്ന് നമ്മളെ വിടുവിച്ചെടുത്തതാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി നമ്മളെ കർത്താപ്പച്ചന് എപ്പോഴും നന്ദി പറയണം. ഹല്ലേലൂയ. ഇന്നൊരു ദിവസം നമ്മൾ നിൽക്കുന്നത് തന്നെ, നമ്മളെ നിർത്തിയത് തന്നെ വലിയ ഹല്ലേലൂയ ഉപകാരമാ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, പൊടുന്നനെയാണ് ഹല്ലേലൂയ കണ്ണിമിക്കുന്നതിനുള്ളിലാണ് ഓരോരുത്തരുടെ മരണം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നാം ഇപ്പോൾ കണ്ട ജീവിതം പിന്നീട് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഈ നാളുകളിൽ പലവിധമായ മരണങ്ങളെ, രോഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പ്രിയ മക്കളെ, നമുക്ക് ഹല്ലേലൂയ ആരോഗ്യവും ബലവും ശക്തിയൊക്കെ തന്നെങ്കിൽ നമ്മൾ യേശു അപ്പച്ചന് നന്ദിയുള്ളവരായി തീരണം. കർത്താവിനെ സ്തുതിക്കുന്നവരായി, കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും കർത്താവപ്പച്ചന് നന്ദി പറയണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അപ്പച്ചൻ നമ്മളെ നടത്തുകയാ, നമ്മൾ നടന്നതല്ല. ഹല്ലേലൂയ. നമ്മളെ കൈക്ക് പിടിച്ച് നടത്തിയതാ. ഹല്ലേലൂയ. കർത്താവപ്പച്ചന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
നോക്കൂ, നമ്മെ വിടുവിച്ച ദൈവത്തിന്റെ മുമ്പാകെ സാക്ഷ്യമുള്ളവരായിട്ട് നമുക്കായിത്തീരാം. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ സാക്ഷ്യമുള്ളവരായി തീരേണ്ടത്? മറ്റുള്ളവരുടെ മുന്നിൽ ഈ ദൈവത്തെക്കുറിച്ച് പറയണം. യേശുപ്പൻ വലിയവനാണെന്ന് പറയണം. ഹല്ലേലൂയ. നോക്കൂ, ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ സകല പാപങ്ങളെയും അവസാന തുള്ളി രക്തം തന്ന് നമ്മെ രക്ഷിച്ച അപ്പന. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ കുറവുകളും കുറ്റങ്ങളെല്ലാം പറയുവാനുള്ള ഒരേ ഒരു ഇടം കർത്താവിന്റെ പാദപീഠം മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് അപ്പനോട് എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങ് പറയണം. നമുക്ക് വേണ്ടി ക്ഷമിക്കുന്ന അപ്പന. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അപ്പന. മനുഷ്യരുടെ മുമ്പിലല്ല നമ്മൾ പോകേണ്ടത്, കർത്താപ്പച്ചന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ മതി. പ്രിയ മക്കളെ, അപ്പൻ ചെയ്യുന്ന ഉപകാരങ്ങൾ ഓർത്താൽ എങ്ങനെ നമുക്ക് അപ്പന് നന്ദി പറയാതിരിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. നമ്മൾ നനയ്ക്കാത്ത, ഹല്ലേലൂയ, നമ്മൾ ചിന്തിക്കാത്ത വിധത്തിലല്ലേ നമ്മളെ ഓരോ നിമിഷവും കർത്താപ്പച്ചൻ നടത്തുന്നത്. ഹല്ലേലൂയ. കർത്താപ്പച്ചന്റെ കരങ്ങളിലേക്ക്, ഹല്ലേലൂയ, നമ്മെ അങ്ങ് സമർപ്പിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഭാരമായി തീരുവാനല്ല, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കർത്താപ്പച്ചനെ ഉയർത്തുന്നവരായി തീരണം. ഹല്ലേലൂയ. യേശുപ്പൻ നമ്മളെ വഴി നടത്തിയത് നമ്മളെ സാക്ഷ്യം പറയുന്നവരായി തീരണം. ഹല്ലേലൂയ. കർത്താപ്പച്ചനെ അവിടെയൊക്കെ, ഹല്ലേലൂയ, മറ്റുള്ളവർ അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓരോ വഴികളെ നമ്മൾ കടന്നു വന്നതൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ യേശുപ്പച്ചനെ മറ്റുള്ളവരും അറിയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:19-20 വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും, മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. ഹല്ലേലൂയ. യഹോവയുടെ വായ അരുളി ചെയ്യുന്നു. പ്രിയ മക്കളെ, നമ്മളെ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുവാണെങ്കിൽ നമുക്ക് ദേശത്തിലെ നന്മ അനുഭവിപ്പാൻ ഇടയായിത്തീരും. നമ്മൾ കേട്ട് അനുസരിച്ച് അപ്പന്റെ, ഹല്ലേലൂയ, മുമ്പിലേക്ക് നമ്മൾ അങ്ങ് ആയിത്തീരണം. ആ നല്ല ചുവട് വെക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനായ പൂർത്തി വരുത്തുന്ന യേശുവിലേക്ക് നമ്മെ അങ്ങ് സമർപ്പിക്കണം. ഹല്ലേലൂയ. മനസ്സ് വെച്ച് കേട്ടനുസരിച്ച് വിശ്വസ്തയോടെ നമ്മൾ നിൽക്കണം. പ്രിയ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ദേശത്തായിരുന്നാലും നമ്മളെ അനുഗ്രഹിക്കുന്ന അപ്പന. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത്, ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നാം രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. ആ കർത്താപ്പച്ചന്റെ നാമത്തെ ഘോഷിക്കുന്നവരായി തീരണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. 116 സങ്കീർത്തനം 17 പറയുന്നുണ്ട്, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ സകല ജനവും കാണുകെ കഴിക്കും. യഹോവയെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. സകല ജനവും കാണണം നമ്മെ നടത്തിയ വഴികൾ. ഹല്ലേലൂയ. മറ്റുള്ളവരൊക്കെ നമ്മെ പറഞ്ഞ, ഹല്ലേലൂയ, പലതും പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തിയ സന്ദർഭങ്ങളില്ലേ? നോക്കൂ, ഹല്ലേലൂയ, അവരുടെ മുന്നിൽ നമ്മളെ മാനിക്കുന്ന അപ്പന. ഹല്ലേലൂയ. ആ ജോസഫിനെ എങ്ങനെയാ മാനിച്ചത്? സഹോദരങ്ങൾ, ഹല്ലേലൂയ, തള്ളിക്കളഞ്ഞപ്പോൾ, ഹല്ലേലൂയ, നോക്കൂ, സഹോദരങ്ങൾ പിന്നീട് നമ്മൾ വായിച്ചൊക്കെ വരുമ്പോൾ കാണാമല്ലോ, അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്നത്. ഹല്ലേലൂയ. ഒരു മാനിക്കുന്ന ദിനമുണ്ട്. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ചേർത്ത് പിടിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി അപ്പന്, ഹല്ലേലൂയ, പ്രയോജനപ്പെടുന്നവരായി നമുക്കായി തീരാം. കർത്താവിന്റെ നാമത്തെ ഉയർത്തി ആയിരിക്കുന്ന ദേശത്തിൽ നമ്മൾ ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ്, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. യേശുവിലുള്ള സ്നേഹം വെണ്ണും പോലെ അനുഭവിപ്പാൻ, കർത്താപ്പച്ചന്റെ സാക്ഷികളായി തീരുവാൻ ഓരോരുത്തരെയും ഒരുക്കണം കർത്താവേ. ഹല്ലേലൂയ. ഭാരത്തോട് പ്രയാസത്തോടിരിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ നീട്ടണമേ. യേശുവിലുള്ള സ്നേഹം വെണ്ണും പോലെ അവർ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണം കർത്താവേ. എല്ലാം അറിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.